श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम राम सीताभिराम जय। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम लोकाभिराम जय। രാമരാവണ യുദ്ധം. യുദ്ധം പറഞ്ഞ് യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. യുദ്ധത്തിനൊരുമ്പെട്ട് പെട്ടെന്ന് തന്നെ രാവണൻ പുറപ്പെട്ടു. മൂലബലാദികൾ, ബലം സൈന്യബലം, പ്രധാനപ്പെട്ട സൈന്യബലം, അവർ സങ്കരത്തിന് യുദ്ധത്തിന് തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ആ യുദ്ധഭൂമിയിൽ വന്നു. ലങ്കാധിപന് സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ച് 10 കഴുത്തനെ കൂപ്പി. 10 കഴുത്തൻ എന്ന് ശുദ്ധ മലയാളത്തിൽ പറയുകയാണ്. 10 കഴുത്തുള്ള രാവണനെ കൈകൂപ്പി പുറപ്പെട്ടാർ. വാരിധി പോലെ, ഒരു സമുദ്രം വരുന്നത് പോലെ പരന്നു വരുന്നത് മാരുതി മുമ്പാം. മാരുതി തുടങ്ങിയ കപികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നത് കണ്ട് നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. അവർ പേടിച്ച് പിന്മാറുന്നത് കണ്ടിട്ട് രാമൻ ചോദിച്ചു, വാനരവീരരെ, നിങ്ങൾ ഇവരോട് മാനം നടിച്ച് ചെന്നേൽക്കരുതാരുമേ. ശ്രീരാമചന്ദ്രൻ ഉപദേശിക്കുകയാണ്, നിങ്ങളുടെ എല്ലായ്പ്പോഴുമുള്ള വീര്യം ഇപ്പോൾ പ്രകടിപ്പിക്കേണ്ടതില്ല, അത് അവസാനം നാശത്തിനായി തീരും. ഞാൻ ഇവരോട് പോർ ചെയ്തൊടുക്കിയിടുവൻ, ആനന്ദം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളുകെ വരും. ഞാൻ യുദ്ധം ചെയ്യാം, നിങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുക എന്നരുൾ ചെയ്തു. നിശാചരസേനയിൽ ചെന്ന് ചാടിയിടിനാൻ ഏകനാം ഈശ്വരൻ. നേരെ അവരുടെ യുദ്ധസേനയിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ട് വന്നേറ്റതിങ് അത്ര രാമന്മാരും ഉണ്ടെന്നതുപോലെ. എത്രയധികം നിശാചരന്മാരുണ്ടോ അത്രയും രാമന്മാർ ഉള്ളതുപോലെ തോന്നിച്ചു. രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും. എന്തൊരു വൈഭവം അന്നേരം! എങ്ങും ശ്രീരാമചന്ദ്രനെ മാത്രമേ കാണാനുള്ളൂ. എന്നോടു തന്നെ പൊരുന്നിതു രാഘവൻ എന്ന് തോന്നി രജനീചരർക്കൊക്കവേ. ഓരോ രാക്ഷസനും തോന്നുന്നു ശ്രീരാമചന്ദ്രൻ എന്നോടാണ് യുദ്ധം ചെയ്യുന്നത് എന്ന്. 12 നാഴിക നേരം ഒരുപോലെ, 12 നാഴികയും ഒട്ടും ക്ഷീണമില്ലാതെ ഒരേപോലെ തന്നെ യാതുധാനാവലിയോട്, ആ രാക്ഷസ കൂട്ടത്തോട് രഘൂത്തമൻ അസ്ത്രം വർഷിച്ച നേരം ആർക്കും തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതുമേ. എവിടെ നിന്നാണ് ഈ അസ്ത്രം വരുന്നത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. വാസര രാത്രി നിശാചര വാനര മേദിനി വാരിധി ശൈലവനങ്ങളും. വാസരം പകലും രാത്രിയും നിശാചരന്മാരും വാനരന്മാരും മേദിനി ഭൂമി, വാരിധി സമുദ്രം, ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു. എല്ലായിടത്തും ഇങ്ങനെ ശരങ്ങൾ വരുന്നത് പോലെ. മേതുരന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. ആ ശവശരീരം കൊണ്ട് പോർക്കളം നിറഞ്ഞു. കാളിയും കൂളികളും കബന്ധങ്ങളും. ഒരു പ്രേതഭൂമിയായി തീർന്നാൽ പിന്നെ അവിടെ നടമാടുന്നത് കാളിയും കൂളികളും ഒക്കെ ആയിരിക്കും. കബന്ധങ്ങൾ എന്നാൽ തലയില്ലാത്ത ശരീരങ്ങൾ. കാളനിഷീധിനിയും കാളരാത്രിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്ത്. പേ എന്നാൽ പേ പിടിച്ചതുപോലെ പെരുത്ത് ഭയങ്കരമാം വണ്ണം രാമചാപത്തിൻ മണിതൻ നിനാദവും. രാമചാപം വരുമ്പോഴുള്ള ഒരു മണിയടി ഒച്ച പോലെ. അത് വ്യോമമാർഗെ തുടരെ കേട്ടു, തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദേവഗന്ധർവ യക്ഷ അപ്സരവൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ. ആകാശചാരികൾ ആനന്ദപൂർവകം. ആകാശചാരികളായിട്ടുള്ള ദേവന്മാരും ഗന്ധർവന്മാരും ഒക്കെ അവിടെ നിന്ന് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. 12 നാഴിക കൊണ്ട് നിശാചരർ മേദിനി തന്നിൽ വീണീടിനാർ. ഒക്കവേ എല്ലാ രാക്ഷസന്മാരും ഭൂമിയിൽ വീണു.
ഭഗവാനാകട്ടെ മേഘത്തിനുള്ളിൽ നിന്ന് അർക്കബിംബം പോലെ മേഘം മറച്ച് കുറച്ചു നേരം നിന്നതിന് ശേഷം സൂര്യൻ എങ്ങനെയാണോ മേഘത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അതുപോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം. അതായത് ആ നിശാചര കൂട്ടരുടെ ഇടയിൽ പെട്ടെന്ന് ഒരു ഇരുട്ട് പരന്നതുപോലെയാണ്. അവിടെ നിന്ന് എല്ലാവരും മരിച്ചു വീണപ്പോൾ പിന്നെ ഭഗവാനെ മാത്രം കാണായി. അതാണ് സൂര്യബിംബം പോലെ അങ്ങനെ ഉദിച്ചുയരുന്നത് പോലെ. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവൻ അന്നേരം. എല്ലാവരും ഭഗവാന് ചുറ്റും ഇങ്ങനെ കൂടി നിന്നു. അങ്ങനെ കൂടി നിന്ന അവരോട് ഭഗവാൻ പറയുകയാണ്, മർക്കട നായകന്മാരോട് അരുൾ ചെയ്തു ഈ കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശനും ഒഴിഞ്ഞാരുമില്ലെന്ന് കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. ഭഗവാൻ, അതായത് സാക്ഷാൽ നാരായണനും പരമേശനും മാത്രമേ ഇങ്ങനെ യുദ്ധം ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ. രാക്ഷസ രാജ്യം മുഴുവൻ അത് നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിയിടിനാർ. അവിടെ മരിച്ചു വീണ രാക്ഷസന്മാരുടെ ഭാര്യമാരും അമ്മമാരും തുടങ്ങിയ രാക്ഷസ സ്ത്രീകൾ അങ്ങനെ നിലവിളിക്കുകയാണ്. താതാ, സഹോദര, നന്ദന, വല്ലഭ, നാഥ, നമുക്കവലംബനമാരയ്യോ. വൃദ്ധയായ ഏറ്റം വിരൂപയായുള്ളൊരു, ഇവർ ഇനി കുറ്റം പറയുന്നത് ശൂർപ്പണഖയെയാണ്. ആ ശൂർപ്പണഖ കാരണമാണല്ലോ ഇതൊക്കെ. നക്തഞ്ചരാധിപ സോദരി, അവളാണെങ്കിൽ വൃദ്ധയാണ്, വിരൂപയാണ്. എന്നിട്ടും ആ ശൂർപ്പണഖ രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നത് മറ്റില്ല കാരണം. ഈ ദുരന്തത്തിന് അത് മാത്രമാണ് കാരണം. ഇനി വേറെ ചില സ്ത്രീകൾ ഇത് കേട്ടിട്ട് പറയുകയാണ്, ശൂർപ്പണഖയെ എന്തിനാണ് കുറ്റം പറയുന്നത്? ശൂർപ്പണഖയ്ക്ക് എന്ത് കുറ്റം? അതിൽ പരം പെരുമാളല്ലയോ ദശകന്ധരൻ. അത് കേട്ട് ഓടിച്ചെന്ന് കട്ടുകൊണ്ടുവന്ന ഈ രാവണനല്ലേ കുറ്റക്കാരൻ? ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാൻ ഒരു മൂഢൻ മഹാപാപി രാവണൻ. അർദ്ധപ്രഹരമാത്രേണ ഖരാദിയെ യുദ്ധേ വധിച്ചതും. ഇതാരെയാണ് ഈ തട്ടിക്കൊണ്ടുവരുന്നത്? അതിനു മുമ്പേ ഒന്ന് ചിന്തിക്കണ്ടേ. ആ ശ്രീരാമചന്ദ്രൻ ഖരാദികളെ ഒറ്റയടിക്ക് കൊന്നതാണ്, യുദ്ധത്തിൽ വധിച്ചതും. വൃത്രാരിപുത്രനായിട്ടുള്ള ബാലിയെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ. സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടി കടന്നതും കണ്ടിരിക്കെ ഇതൊക്കെ അറിഞ്ഞിട്ടും നന്നു തോന്നുന്നത് എത്രയുമുണ്ടോ വിചാരം ആപത്തിങ്കലുണ്ടാവൂ. എന്നിട്ടും ഇതൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത്രയും മൂഢത്തരം എന്നല്ലാതെ എന്ത് പറയാനാണ്? നല്ല വിചാരം ആപത്തിങ്കൽ ഉണ്ടാവുകയില്ലല്ലോ. സിദ്ധമല്ലായെങ്കിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായ അന്നതും ധിഖരിച്ചിടിനാൻ. അത് കഴിഞ്ഞ് സ്വന്തം അനുജനായ വിഭീഷണൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഉന്മത്തനായ അവസ്ഥയിൽ അതും തിരസ്കരിച്ചു. ഇനി എല്ലാവരും വിഭീഷണനെ അനുഗ്രഹിക്കുകയാണ്. ഉത്തമൻ, നല്ല വിവേകി വിഭീഷണൻ, സത്യവ്രതൻ, മേലിൽ നന്നായി വരും അവൻ. എന്നാൽ ഈ രാവണനോ നീചനിവൻ, കുലമൊക്കെ മുടിപ്പതിന് ആചരിച്ചാനിതു തൻ മരണത്തിനും. അവൻ്റെ തന്നെ മരണത്തിന് അവൻ തന്നെ എല്ലാം ഒരുക്കി കൊടുക്കുകയാണ്. മാത്രമല്ല നല്ല സുതന്മാരെയും തൻ്റെ മക്കളെയും തമ്പിമാരെയും അനുജന്മാരെയും കൊല്ലിച്ച് മറ്റുള്ള അമാത്യജനത്തെയും മന്ത്രിമാരെ മുഴുവൻ കൊല്ലിച്ചു. എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ട് താൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ. ഇതൊക്കെ അനുഭവിക്കാൻ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രമുള്ള പാപങ്ങൾ പണ്ട് തന്നെ ചെയ്തു വച്ചിട്ടുണ്ട്. കാരണം ബ്രഹ്മസ്വമായതും ദേവസ്വമായതും. ബ്രഹ്മസ്വം എന്നാൽ ബ്രാഹ്മണന്റെ സ്വന്തം. അങ്ങനെ ബ്രാഹ്മണന് സ്വന്തമായിട്ടുള്ളതൊക്കെ എടുത്തതാണിവൻ. ദേവസ്വം, ദേവന്മാർക്ക് സ്വന്തമായിട്ടുള്ളതൊക്കെ, അതൊക്കെ നിർമര്യാദം, ഒരു മര്യാദയുമില്ലാതെ അടക്കിനാനേറ്റവും എല്ലാം പിടിച്ചെടുത്തു. നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ച് കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ. നാട്ടിലിരിക്കുന്നവരെയൊക്കെ പീഡിപ്പിച്ചപ്പോൾ അവർ രക്ഷ തേടി കാട്ടിൽ വന്നു. അർത്ഥം ധനം അന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും. ഇനി മിത്രഭാവത്തിലിരിക്കുന്നവരെ പോലും ഇവൻ പോയി വെറുപ്പിക്കുകയാണ്. ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും എല്ലാം അടക്കി വെച്ചുവൻ. പാരം ഗുരുജനദ്വേഷവും ഉണ്ടിവന്.
ഗുരുതുല്യരായിട്ടുള്ള യാഗം ചെയ്യുന്ന ഋഷിമാരെ വരെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ ഗുരുജനങ്ങളുടെ ദ്വേഷവും ശാപവും വാങ്ങിവെച്ചിട്ടുണ്ട് ഇവൻ. ആരെയുമില്ല കൃപയും ഒരിക്കലും, ആർക്കും ഇവനോട് ഒരു കൃപയുമില്ല. ഈ മഹാപാപി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാൻ ഇവൻ. ഇവൻ ചെയ്ത മഹാപാപം കൊണ്ട് ഇപ്പോൾ നമ്മളടക്കമുള്ളവർ അനുഭവിക്കുകയാണല്ലോ. ഇത്തം പുരസ്ത്രീജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു. ഇതൊക്കെ രാവണൻ കേൾക്കാൻ തന്നെയാണ് പറയുന്നത്. അത് കേട്ട് രാവണൻ ദുഃഖാർത്തനായി. എന്നിട്ട് സ്വയം ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നത് കേട്ട് വിരൂപാക്ഷനും അതിൻമുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു. രാവണൻ പറഞ്ഞപ്പോൾ കൂടെ മഹോദരനും മഹാപാർശ്വനും വിരൂപാക്ഷനും ഒക്കെ കൂടെ ചെന്നു. ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിനാർ ഏറ്റവും ദുർനിമിത്തങ്ങൾ ഉണ്ടായത് അനാദരിച്ച്. ഇവർ ശസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പല ദുർനിമിത്തങ്ങളും കണ്ടു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ, അതാണ് അനാദരിച്ച്, അതിനെ ശ്രദ്ധിക്കാതെ ഉന്നതനായ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ട് നിന്നിതു ചാപലമെന്നിയെ വാനരവീരരും. ഇവർ വരുന്നത് കണ്ടിട്ട് ചപലതയൊന്നുമില്ലാതെ എതിരിടാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് വാനരന്മാരും അവിടെ നിന്നു. അവർ രാക്ഷസരോട് എതിർത്താർ അതു കണ്ടേറ്റം ഊക്കോടടുത്തു നിശാചരവീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാവണ്ണം പൊരുതാർ. സുഗ്രീവനും വിരൂപാക്ഷനും തമ്മിലാണ് പൊരുതുന്നത്. അത് നേരം വാഹനമാകിയ വാരണവീരനെ, വാഹനമായിട്ടുള്ള തൻ്റെ ആനയെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നത് കണ്ട്, ഈ വിരൂപാക്ഷന്റെ വാഹനമായിരുന്ന ആനയെ വാനരരാജൻ സുഗ്രീവൻ കൊന്നത് കണ്ടപ്പോൾ വിരൂപാക്ഷൻ, അത് തന്നെയാണ് വിലോചനൻ എന്നാൽ അങ്ങനെയുള്ള കണ്ണുള്ളവൻ. വിരൂപാക്ഷൻ ചെന്നിതു വാളും പരിചയം കൈക്കൊണ്ട് കുന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കപിരാജനും. അപ്പോൾ സുഗ്രീവൻ ഒരു കുന്ന് പറിച്ചെടുത്ത് ആ വിരൂപാക്ഷനും മേലേക്കെറിഞ്ഞു. നന്നായിതെന്ന് വിരൂപാക്ഷനും അത് നന്നായി എന്ന് വിരൂപാക്ഷൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് വെട്ടിനാൻ വാനരനായക വക്ഷസി, നേരെ ഈ സുഗ്രീവന്റെ വക്ഷസിൽ തന്നെ ഒരു വെട്ടുകൊടുത്തു. പുഷ്ടകോപത്തോട് മർക്കടരാജനും നെറ്റിമേലൊന്നടിച്ചാൻ, അതുകൊണ്ടവൻ വിരൂപാക്ഷന്റെ നെറ്റിയിലടിച്ചു. അത് കൊണ്ടവൻ ആ അടി കൊണ്ടിട്ട് ആ വിരൂപാക്ഷൻ തെറ്റെന്ന് വളരെ പെട്ടെന്ന് കാലപുരം പുക്കുമേവിനാൻ, അവൻ മരിച്ചു വീണു. തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ. അപ്പോൾ മഹോദരൻ വന്നു. തേരും തകർത്ത് സുഗ്രീവൻ അവനെയും മൃത്യുപുരത്തിനയച്ചതു കണ്ട് അതിക്രുദ്ധനായി വന്നെടുത്താൻ മഹാപാർശ്വനും. അങ്ങനെ സുഗ്രീവൻ മഹോദരനെയും കാലപുരിക്കയച്ചപ്പോൾ അതിൽ ക്രോധം പൂണ്ടിട്ട് മഹാപാർശ്വൻ സുഗ്രീവന്റെ നേർക്ക് തിരിഞ്ഞു. എന്നാൽ അംഗദൻ കൊന്നാൻ അവനെയും അന്നേരം. അംഗദനാണ് പിന്നീട് മഹാപാർശ്വനെ കൊല്ലുന്നത്. പൊങ്ങും മിഴികളോട് ആശരാധീശനും, ഇങ്ങനെ കണ്ണൊക്കെ മിഴിച്ചിരിക്കുകയാണ് രാവണൻ. പോർ മതത്തോടും അടുത്തു കവികളെ താമശാസ്ത്രം കൊണ്ടു വീഴ്ത്തിനാൻ ഊഴിയിൽ. തന്റെ കൺമുന്നിൽ വന്ന എല്ലാ കവികളെയും താമശാസ്ത്രം കൊണ്ട് താഴെ വീഴ്ത്തി. രാമനും മൈന്ദ്രാസ്ത്രമെയ്തു തടുത്തിതു താമശാസ്ത്രത്തെ. ശ്രീരാമചന്ദ്രൻ താമശാസ്ത്രത്തിന് പ്രത്യസ്ത്രമായിട്ട് മൈന്ദ്രാസ്ത്രമെയ്തു. അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമെയ്താൻ, അത് വന്നളവ് ആതുരന്മാരായിതാശു കവികളും. ആസുരമസ്ത്രമെയ്തപ്പോൾ കവികളൊക്കെ പേടിച്ചുപോയി. കാരണം ഈ ആസുരമസ്ത്രം എയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ വരുന്നത് പല ജീവികളായിട്ടാണ്. അതാണ് വാരണം, ആനയുടെ രൂപത്തിൽ വന്ന് ആക്രമിക്കുന്നത് പോലെ. സൂകരം പന്നി, കുക്കുടം കോഴി, ക്രോഷ്ടുകം സാരമേയം നായ, ഉരകം പാമ്പ്, സൈരിഭം പോത്ത്, വായസം കാക്ക, വാനരന്മാർ സിംഹം, രുരു ഒരു പ്രത്യേകതരം മാൻ, വൃക്കം ചെന്നായ, കാകം ഗൃധ്രം കഴുകൻ, ഇങ്ങനെ പല മുഖങ്ങളായിട്ടാണ് ഈ ആസുരാസ്ത്രം വരുന്നത്. വരും ആസുരാസ്ത്രാത്മകം. ഇത് കൂടാതെ മുൽഗരം, ഇരുമ്പുലക്ക, പട്ടസം, ഒരു വേൽ, ശക്തി, പരശു, മഴു, അഥ ഖഡ്ഗം, വാൾ, ശൂലം, പ്രാസ,
ബാണായുധങ്ങളും, ഇങ്ങനെ പല വിധത്തിലുള്ള ആയുധങ്ങളും രൂക്ഷമായി വന്നു. പരന്നതു കണ്ടളവ് ആഗ്നേയമസ്ത്രമെയ്താൻ മനുവീരനും. അപ്പോൾ ഇങ്ങനെ ഇത്രയും ആയുധങ്ങൾ തങ്ങളുടെ നേർക്ക് വരുന്നത് കണ്ടിട്ട് ഭഗവാൻ അതിനെ എതിരിടാൻ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു. ആസുരാസ്ത്രം എയ്തപ്പോൾ പല വിധത്തിലുള്ള മൃഗങ്ങളായിട്ടാണ് വന്നതെങ്കിൽ ആഗ്നേയാസ്ത്രം എയ്തപ്പോൾ ചെങ്കനൽ കൊള്ളികൾ, നല്ല ചുവന്ന കനൽ കട്ട പോലെയുള്ള കൊള്ളികൾ മിന്നുന്നത് പോലെയാണ്. ഒപ്പം മിന്നൽ നക്ഷത്രങ്ങൾ, ആകെ പ്രകാശപൂരമാണ്. തിങ്കളും ആദിത്യൻ, അഗ്നി എന്നിത്തരം എല്ലാ ജ്യോതിർഗോളങ്ങളും അതുപോലെ അഗ്നിയും എല്ലാം ഒരുമിച്ച് എയ്തുവിടുന്നത് പോലെ ആയിരുന്നു. അങ്ങനെ ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവ് ആസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അങ്ങനെ ആസുരാസ്ത്രത്തിന്റെ ഒരു ശക്തി ഇല്ലാതായി. അപ്പോൾ മയൻ കൊടുത്തൊരു ദിവ്യാസ്ത്രമെയ്ത് അൽപേതരായുധം കാണായിതന്തികെ. അൽപേതരം എന്നാൽ അല്പമല്ലാത്ത വലിയ ഒരു ആയുധമായിട്ട് ആ മയൻ കൊടുത്ത ദിവ്യാസ്ത്രത്തെ കാണാൻ സാധിച്ചു. തിരിച്ച് ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ച് അതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും. സൗര്യാസ്ത്രമെയ്താൻ ദശാനനൻ അന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തു. എയ്തതും ഖണ്ഡിച്ച നേരം സൗര്യാസ്ത്രത്തിന് പ്രത്യസ്ത്രമെയ്ത് ശ്രീരാമചന്ദ്രൻ അതിനെ ഖണ്ഡിച്ചപ്പോൾ ഖണ്ഡിച്ച നേരം ആഖണ്ഡല വൈരി, ഇന്ദ്രന്റെ വൈരിയായിട്ടുള്ള രാവണൻ ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ, ചണ്ഡകരൻ സൂര്യകിരണങ്ങൾക്ക് തുല്യമായ അത്രയും പ്രഭയോടുകൂടിയ ബാണങ്ങൾ 10 കൊണ്ട് എയ്തു. മർമ്മങ്ങൾ ഭേദിച്ചളവ് ഉത്തമ പുരുഷനാകിയ രാഘവൻ മർമ്മങ്ങൾ ഭേദിക്കുന്ന തരത്തിലുള്ള 10 അസ്ത്രമെയ്തപ്പോൾ ശ്രീരാമചന്ദ്രൻ തിരിച്ച് 100 ശരങ്ങൾ എയ്താൻ. അതുകൊണ്ട് ഉടൽ കീറി മുറിഞ്ഞിതു നക്തഞ്ചരേന്ദ്രനും. രാവണന് ശരീരമാസകലം മുറിവ് പറ്റി. ലക്ഷ്മണൻ 7 ശരങ്ങളാൽ ഊക്കോടു തൽക്ഷണേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനാൻ. കേതു കൊടിയടയാളം. രാവണന്റെ രഥത്തിലെ ആ കൊടിമരം ലക്ഷ്മണൻ എയ്ത 7 ശരങ്ങളാൽ ഖണ്ഡിച്ചു, അത് 2ആയി മുറിച്ചു വീഴ്ത്തി. 5 ശരമെയ്ത് സൂതനെയും കൊന്നു. സൂതനെ കൊന്നു. ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും. ഒട്ടും ചഞ്ചല മനസ്കനാകാതെ ആ ചാപവും മുറിച്ചു കളഞ്ഞു. രാവണന്റെ ചാപത്തെ മുറിച്ചു കളഞ്ഞു. ഇനി തേരിൽ പൂട്ടിയ അശ്വങ്ങളെ ഗദ കൊണ്ട് വിഭീഷണൻ തച്ചുകൊന്നാൻ. അത് നേരം ദശാനനൻ ഭൂതലെ ചാടി വീണാശു വേൽ കൊണ്ട് അതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചു. പിന്നീട് വിഭീഷണനും രാവണനെ എതിർക്കാൻ തുടങ്ങി. ആദ്യം രാവണന്റെ അശ്വങ്ങളെ കൊന്നു, ഗദ കൊണ്ട് കൊന്നു. അതിനാൽ ദശാനനൻ തേരിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് വേലുകൊണ്ട് വിഭീഷണനെ എയ്തു, വേൽ പ്രയോഗിച്ചു. ബാണങ്ങൾ 3 കൊണ്ട് വിഭീഷണൻ അതിനെ എയ്തു മുറിച്ചിതു. ആ വേൽ വീണിതു 3 നുറുങ്ങി മഹീതലെ, 3 കഷ്ണങ്ങളായി ഭൂമിയിൽ വീണു. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാർ അവൻ കൽപ്പിച്ചു. വിഭീഷണനെ കൊല്ലാൻ തീരുമാനിച്ചിട്ട് മുൻപ് മയൻ കൊടുത്തൊരു വേൽ കൈക്കൊണ്ട് ചാട്ടുവാനോങ്ങിയ നേരത്ത്, വിഭീഷണന്റെ നേർക്കെ പ്രയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് ലക്ഷ്മണൻ മുൽപ്പുക്കു. ലക്ഷ്മണൻ മുന്നോട്ട് കയറി വന്ന് ബാണങ്ങൾ എയ്തിതു. നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ. അങ്ങനെ ലക്ഷ്മണൻ മുന്നിൽ കയറി യുദ്ധം ചെയ്തപ്പോൾ ആ ബാണങ്ങളേറ്റിട്ട് രാവണന്റെ ശരീരം പിന്നെയും മുറിഞ്ഞു. അങ്ങനെ വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോട്, നന്നു നീ എത്രയും രക്ഷിച്ചവാറ് വിഭീഷണനെ തഥാ. രക്ഷിക്കിൽ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നത് കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും. എന്തായാലും വിഭീഷണനെ രക്ഷിച്ചത് നന്നായി, എന്നാൽ പിന്നെ നിനക്ക് തന്നെ ഞാൻ ആ ശക്തി പ്രയോഗിക്കാം, നിന്റെ മേൽ ഞാൻ അത് പ്രയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിനെ ഖണ്ഡിക്കുക എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ. അതിനെ പ്രയോഗിച്ചു. ചെന്നു തറച്ചിതു മാറത്ത്, ലക്ഷ്മണന്റെ മാറത്ത് ആ ശക്തി വേൽ വന്ന് തറച്ചു. പെട്ടെന്നുള്ള പ്രയോഗമായതിനാൽ ലക്ഷ്മണന് അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ വിത്രസ്തനായി മോഹാലസ്യപ്പെട്ട് തത്ര വീണു കുമാരനും. ലക്ഷ്മണൻ വീണ്ടും യുദ്ധക്കളത്തിൽ മോഹാലസ്യപ്പെട്ടു വീണു. വേൽ കൊണ്ട് ലക്ഷ്മണൻ വീണത് കണ്ടുള്ളിൽ മാൽ ദുഃഖം,
ദുഃഖം കൊണ്ട് രാമനും നിന്നു വിഷണ്ണനായി. ലക്ഷ്മണൻ വീണപ്പോൾ രാമൻ ആകെ തളർന്നുപോയി. ശക്തി പറിപ്പതിൻ ആർക്കും കവികൾക്ക് ശക്തി പോരാഞ്ഞ്. ലക്ഷ്മണന്റെ മാറിടത്തിൽ പതിച്ച ആ ശക്തി പിടിച്ച് പുറത്തേക്ക് വലിക്കാൻ കവികൾക്ക് ശക്തിയില്ലായിരുന്നു. അതിനാൽ രഘുകുലനായകൻ തന്റെ തൃക്കൈകൾ കൊണ്ട് പിടിച്ച് പറിച്ചുടൻ അത് പിടിച്ച് പുറത്തേക്ക് എടുക്കുക മാത്രമല്ല, രാവണനോടുള്ള ഉൾകോപമോട് അതിനെ മുറിച്ചെറിഞ്ഞിടിനാൻ 2 കഷണങ്ങളാക്കി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. മിത്രതനയ സുഷേണ ജഗത് പ്രാണപുത്രാദികളോട് അരുൾ ചെയ്തിതാതരാൽ സുഗ്രീവനോടും സുഷേണനോടും ഹനുമാനോടും ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ലക്ഷ്മണൻ തന്നുടെ ചുറ്റുമിരുന്നിനി രക്ഷിച്ചുകൊള്ളുവിൻ, വിഷാദിക്കരുതേതും. ലക്ഷ്മണനെ നന്നായി നോക്കുക. ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോട് രക്ഷോവരനെ വധിക്കുന്നതുണ്ട് ഞാൻ. ഇപ്പോൾ ദുഃഖിച്ചിരിക്കേണ്ട സമയമല്ല, ഞാൻ ഉടനെ തന്നെ രാവണനെ വധിക്കുന്നതാണ്. കല്യാണം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളുവിൻ നിങ്ങൾ എല്ലാവരും ഇന്ന് മൽ കരകൗശലം. എല്ലാവരും നോക്കിക്കൊള്ളുക എൻ്റെ കരകൗശലം. ശക്രാത്മജനെ ബാലിയെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ച് സുഗ്രീവനോടും ഒരുമിച്ച് വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ. ഇതൊക്കെ രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു, അതിനുള്ള ഒരു ഒരുക്കം മാത്രമായിരുന്നു. കേവലം ഇപ്പോൾ അഭിമുഖനായതു, എന്നാൽ ഇപ്പോഴാണ് നേർക്കുനേർ വന്നിരിക്കുന്നത്. രാവണനും നോക്കിക്കോളൂ, കഷ്ടമാണ് അവന്റെ കാര്യം. രാഘവനും കൂടെ ഞാനും രാവണനും ഇനി ഭൂമിയിൽ മേവുക, ഭൂമിയിൽ എന്നുള്ളതില്ലിനി. അതായത് ഞാനും രാവണനും ഇനി 2-ൽ ഒരാൾ മാത്രമേ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുള്ളൂ. രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവൻ നിർണയം. യാതൊരു സംശയവും വേണ്ട, രാവണനെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ സൂര്യവംശത്തിൽ ജനിച്ചവനാണെങ്കിൽ ഇന്ന് തന്നെ രാവണനെ വധിക്കുന്നതാണ് എന്നൊരു ദൃഢപ്രതിജ്ഞയാണ് ശ്രീരാമചന്ദ്രൻ എടുക്കുന്നത്. സപ്തദ്വീപങ്ങളും 7 അമ്പുധികളും 7 അചലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിജു ഞാൻ. ഇതൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കീർത്തി വർദ്ധിക്കുന്ന രീതിയിൽ ആയോധനെ, ഈ യുദ്ധത്തിൽ ദശകണ്ഠനെ കൊൽവൻ ഒരായുധപാണി എന്നാകിൽ ഞാനൊരായുധപാണിയാണ്, ഞാനൊരു യോദ്ധാവാണെങ്കിൽ നിസ്സംശയം, യാതൊരു സംശയവും വേണ്ട. ദേവ അസുര ഉരക ചാരണ താപസരേവരും കണ്ടറിയണം മമബലം. തൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ആത്മവിശ്വാസത്തെ കൊടുക്കാനായിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്യുന്നത്. അതുകൊണ്ട് ദേവന്മാരെ, അസുരന്മാരെ, ഉരക ചാരണ താപസന്മാർ എല്ലാവരും കണ്ടറിയണം എൻ്റെ ബലം. യുദ്ധമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോട് അസ്ത്രങ്ങളെയ്ത് യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണം, അതേപോലെ തന്നെയുള്ള ബാണം നിശാചരാധീശനും ഉത്സാഹം ഉൾക്കൊണ്ട് തൂകിത്തുടങ്ങിനാൻ. രാവണനും അതേപോലെ തന്നെ തിരിച്ച് ആയുധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. രാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാരി ചൊരിയുന്നത് പോലെ, മഴ വർഷം പോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ട് മുഴങ്ങി. ആ ഞാണൊലി അത് വലിച്ചു വിടുന്നതിൻ്റെ ആ ഒരു ഒച്ച കൊണ്ട്, ശബ്ദം കൊണ്ട് മുഴങ്ങി ജഗത്രയം. എന്നാൽ ഇതേ സമയം സ്വയം ആത്മവിശ്വാസത്തിനായിട്ടുള്ള പ്രതിജ്ഞയൊക്കെ ചെയ്തെങ്കിലും ശ്രീരാമചന്ദ്രന്റെ മനസ്സ് ലക്ഷ്മണന്റെ അടുത്തായിരുന്നു. സോദരൻ വീണ് കിടക്കുന്നതോർത്തുള്ളിൽ ആദ്യമുഴുത്തു രഘുകുലനായകൻ. ശ്രീരാമചന്ദ്രൻ തൻ്റെ അടുത്ത് നിൽക്കുന്ന താരേയ താതനോട്, താരേയൻ എന്ന വാനരന്റെ അച്ഛൻ, അത് സുഷേണൻ ആണ് എന്നാണ് പറയുന്നത്. സുഷേണനോട് ഇപ്രകാരം പറഞ്ഞു: ധീരതയില്ല യുദ്ധത്തിനേതും മമ. ഞാൻ ആവേശപൂർവം പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എനിക്കിപ്പോൾ എന്തുകൊണ്ടോ ഏകാഗ്രത കിട്ടുന്നില്ല. ഭൂതലേ വാഴുകയിൽ നല്ലതെനിക്കിനി. ലക്ഷ്മണൻ ജീവിച്ചിരിക്കാതെ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഭ്രാതാവ് തന്നോടു കൂടെ മരിപ്പതും. എനിക്ക് അവൻ്റെ കൂടെ മരിച്ചാൽ മതി. വിൽപിടിയും മുറുകുന്നതില്ലേതുമേ. വില്ല് എൻ്റെ കയ്യിൽ നിന്ന് ഊർന്നു പോവുകയാണ്. കെൽപ്പുമില്ലാതെ ചമഞ്ഞു. എനിക്ക് ഒരു ശക്തിയും കിട്ടുന്നില്ല. നമുക്കിഹ നിൽപ്പാനുമേതു മരുത് മനസ്സിനും. മനസ്സിൻ്റെ ബലമൊക്കെ ഇല്ലാതാകുന്നു. വിഭ്രമമേറി വരുന്നിതു മേൽക്കുമേൽ. എനിക്ക് വല്ലാത്ത ആശങ്ക, അത് കൂടിക്കൂടി വരുന്നു.
ഈ ദുഷ്ടനെ കൊല്ലുവാൻ ഉപായവും കണ്ടില്ല, എനിക്കൊന്നും ഇപ്പോൾ മനസ്സിൽ തോന്നുന്നില്ല. നഷ്ടമായി വന്നിതു മാനവും മാനസേ. ഒരു അഭിമാനം അല്ലെങ്കിൽ അവനെ ജയിക്കണമെന്ന ചിന്തയൊക്കെ ഇപ്പോൾ പോയിരിക്കുന്നു. ഏവം അരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോട് ആശു ചൊല്ലിയിടിനാൻ. സുഷേണൻ ഭഗവാനോട് പറഞ്ഞു, അങ്ങ് എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ലക്ഷ്മണന്റെ ദേഹത്തിനേതും നിറം പകർന്നില്ല, നിറം മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് വിഷബാധയൊന്നുമല്ല, ഒരു ചെറിയൊരു മോഹാലസ്യം. അതാണ് മോഹമത്രേ കുമാരൻ എന്ന് നിർണയം. ഒരു മോഹാലസ്യം അത്ര മാത്രമേ ഉള്ളൂ. വക്രനേത്രങ്ങൾക്കും ഏതും വികാരമില്ല. ശരീരത്തിന്റെ ഒരു ഭാഗത്തും തടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വർണ്ണവ്യത്യാസമോ ഒന്നുമില്ല, ഒരു വികാരവും ഇല്ല. എന്നാൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അത്തൽ തീർന്ന് ഇപ്പോൾ ഉണരും അവരജൻ. ഇപ്പോൾ ആ മോഹാലസ്യത്തിൽ നിന്ന് തീർച്ചയായും ലക്ഷ്മണൻ, അവരജൻ എന്നാൽ അനുജൻ, ഇപ്പോൾ എഴുന്നേൽക്കുന്നതാണ് എന്നുണർത്തിച്ച് അനിലാത്മജൻ തന്നോട്. ഇങ്ങനെ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞിട്ട് സുഷേണൻ അനിലാത്മജനായിട്ടുള്ള ഹനുമാനോട് പറഞ്ഞു. പിന്നെ നിരൂപിച്ച് ചൊന്നാൻ, ഒന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു സുഷേണനും, മുന്നേ കണക്കെ മുൻപ് നീ കൊണ്ടുവന്നതുപോലെ വിശല്യകരണിയാകുന്ന മരുന്ന്, അന്നു കൊണ്ടുവന്നതിൽ വിശല്യകരണിയായിട്ടുള്ള ആ മരുന്ന് ഇന്നു കൊണ്ടുവന്നിടുക എന്നളവേ എന്ന് കേട്ടപ്പോൾ ഹനുമാനും വിരവോട് ചെന്ന് വളരെ പെട്ടെന്ന് ചെന്ന് മരുന്നതും കൊണ്ടുവന്നിടിനാൻ. അങ്ങനെ കൊണ്ടുവന്ന ഔഷധം എടുത്ത് നസ്യവും ചെയ്തു. മൂക്കിന്റെ അടുത്ത് വെച്ചിട്ട് ആ ശ്വാസോച്ഛ്വാസത്തിലൂടെ ആ ഔഷധ ഗുണം ഉള്ളിലേക്കെടുത്തു. സുഷേണൻ അങ്ങനെ സുഷേണൻ അതിന് സഹായം ചെയ്തു കൊടുത്തു, നസ്യം ചെയ്തു കൊടുത്തു. കുമാരന് ലക്ഷ്മണൻ ആലസ്യവും തീർന്ന് തെളിഞ്ഞു വിളങ്ങിലാൻ. അങ്ങനെ ലക്ഷ്മണന്റെ ക്ഷീണമൊക്കെ മാറി. പിന്നെയും ഔഷധശൈലം, വീണ്ടും ആ ഔഷധ പർവ്വതത്തെ കപിവരൻ മുന്നമിരുന്ന വണ്ണം വീണ്ടും പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആക്കിനാൻ. എന്നിട്ട് മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും. മോഹം വിട്ടെഴുന്നേറ്റ തമ്പിയും ലക്ഷ്മണനും മന്നവൻ തന്നെ വണങ്ങിനാൻ. ശ്രീരാമനെ വണങ്ങി നന്നായി മുറുകെ പുണർന്നിതു രാമനും. രാമന് വലിയ സന്തോഷമായി. നിന്നുടെ പാരവശ്യം കാണുക കാരണം എന്നുടെ ധൈര്യവും പോയതു മാനസേ. ലക്ഷ്മണ, നീ തളർന്നത് കണ്ടിട്ട് ഞാനാകെ വല്ലാതായി, എൻ്റെ ധൈര്യമൊക്കെ പോയി എന്നത് കേട്ടുര ചെയ്തു കുമാരനും ഒന്ന് തിരുമനസ്സിങ്കൽ ഉണ്ടാകണം. അങ്ങനെ ലക്ഷ്മണൻ ഇത് കേട്ടപ്പോൾ ഭഗവാനോട് പറയുകയാണ്, സത്യം തപോധനന്മാരോട് ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്ന് നിർണയം. അങ്ങ് തളരരുത്, കാരണം തപോധനന്മാർക്ക് അങ്ങ് വാക്കുകൊടുത്തതാണ് രാവണനെ കൊല്ലാം എന്ന്, അത് മിഥ്യയായി വന്നുകൂടാ. ത്രൈലോക്യ കണ്ടകൻ, ത്രൈലോക്യത്തിനും ശത്രുവായിട്ടുള്ള ഇവനെ കൊന്ന് പാലിച്ചുകൊള്ളുക ജഗത്രയം വൈകാതെ, 3 ലോകത്തെയും വൈകാതെ അങ്ങ് രക്ഷിക്കുക. ലക്ഷ്മണൻ ചൊന്നത് കേട്ട് രഘൂത്തമൻ രക്ഷോവരനോട് എതിർത്താൻ അതിദ്രുതം. ലക്ഷ്മണൻ സാധാരണ നിലയിലേക്ക് വന്നതിനാൽ ശ്രീരാമചന്ദ്രൻ ആശ്വാസമായി. അതുകൊണ്ട് തന്നെ പൂർവാധികം ശക്തിയോടുകൂടെ വീണ്ടും യുദ്ധം ആരംഭിച്ചു. തേരും ഒരുമിച്ചു വന്നു ദശാസ്യനും. തൻ്റെ പൊടിച്ച തേരൊക്കെ മാറ്റിയിട്ട് വീണ്ടും പുതിയൊരു തേരുമായിട്ട് രാവണൻ വന്നു. പോരിന് രാഘവനോട് എതിർത്തിയിടിനാൻ. പാരിൽ നിന്ന് ഇക്ഷ്വാകു വംശതിലകനും. ഭഗവാന് തേരൊന്നുമില്ല, അവിടെ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. തേരിൽ നിന്ന് ആശരവംശതിലകനും. രാവണനാകട്ടെ തേരിൽ നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ പോരതിഘോരമായി ചെയ്തൊരു നേരത്ത് പാരമിളപ്പം, ഒരു കുറവ്, എന്തിൻ്റെയോ ഒരു കുറവ് രഘൂത്തമൻ ഉണ്ട് എന്ന് നാരദനാദികൾ ചൊന്നത് കേൾക്കയാൽ. നാരദാദികളൊക്കെ ആകാശദേശത്ത് വന്നിട്ട് യുദ്ധം കാണുകയാണ്. അങ്ങനെ നാരദൻ പറയുകയാണ്, ശ്രീരാമചന്ദ്രന്റെ ആ ഒരു ശരിയായ ഊർജം ഇപ്പോഴും വന്നിട്ടില്ല, എന്തോ ഒരു കുറവുണ്ട്, എങ്ങാനും രാവണൻ ജയിച്ചു പോകുമോ? ഇങ്ങനെ ഒരു പാരം വളർന്നൊരു വളരെ അധികമായിട്ട് വന്ന സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോട് ചൊന്നാൻ. ഇത് ഇന്ദ്രനോട് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ തൻ്റെ സാരഥിയായ മാതലിയോട് പറഞ്ഞു, മമസ്യന്തനം, എൻ്റെ രഥം കൊണ്ടക്കൊടുക്ക നീ വൈകാതെ, ഭൂമിയിൽ ശ്രീരാമചന്ദ്രന് കൊണ്ടക്കൊടുക്കൂ. എന്നിട്ട് ശ്രീരാഘവന് ഹിതം വരുമാറ് നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. മാത്രമല്ല ഭഗവാന്റെ സാരഥിയായിട്ട് നീ തന്നെ ഇരിക്കുക. മാതലി താൻ അത് കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിൽ ഇഴിഞ്ഞു ചൊല്ലിയിടിനാൻ. അവിടെ പോയിട്ട് ഭഗവാനോട് പറഞ്ഞു,
രാവണനോട് സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാവിട കൊണ്ടിതു. ദേവേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. തേരിതിലാശു കരേറുക പോരിനായി മാരുത തുല്യവേഗേന നടത്തുവൻ. ഞാൻ കാറ്റിന്റെ വേഗത്തിൽ ഈ രഥം ഓടിക്കാം, അങ്ങ് എത്രയും പെട്ടെന്ന് ഇതിലേക്ക് കയറുക എന്നത് കേട്ട് രഥത്തെ വന്ദിച്ചുകൊണ്ടാണ് ഭഗവാൻ തേരിലമ്മാറ് കരേറിനാൻ. അങ്ങനെ തന്നോട് തുല്യനായി രാഘവനെ കണ്ട് ഇപ്പോൾ രണ്ടുപേരും ഒരേപോലെയായി. ആ സമയത്ത് വിണ്ണിലമ്മാറെന്ന് നോക്കി ദശാനനൻ. അപ്പൊ ഇതൊക്കെ ദേവന്മാരുടെ കളിയാണ് എന്ന് രാവണന് മനസ്സിലായി. അതുകൊണ്ട് മുകളിലേക്കൊന്ന് നോക്കി. പേമഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ രാമനും ഗാന്ധർവമസ്ത്രം എയ്തിയിടിനാൻ. ഒരു പെരുമഴ പോലെ അസ്ത്രമെയ്തപ്പോൾ ഭഗവാൻ ഗാന്ധർവമസ്ത്രമെയ്തു. രാക്ഷസമസ്ത്രം പ്രയോഗിച്ചത് നേരം രാക്ഷസരാജനും രൂക്ഷമായത്രയും ക്രൂരനാഗങ്ങളാം അസ്ത്രത്തെ മാറ്റുവാൻ. നാഗാസ്ത്രമെയ്തപ്പോൾ ഭഗവാൻ ഗാരുഡമസ്ത്രമെയ്തു രഘുനാഥനും. ഗരുഡാസ്ത്രമെയ്തു തിരിച്ചിട്ട്. മാതലിമേലും ദശാനനൻ ബാണങ്ങളെയ്തു. ഭഗവാന്റെ സാരഥിയായ മാതലിയുടെ മുകളിലും രാവണൻ ബാണങ്ങളെയ്ത് കൊടിയും മുറിച്ചു കളഞ്ഞിതു. വാജികൾ കുതിരകൾക്കും ശരം ഏറ്റമേറ്റു, ഒരുപാട് ശരമേറ്റു. പുനരാജിയും യുദ്ധവും ഘോരമായി വന്നു. അങ്ങനെ രഘുവരൻ കൈകാൽ തളർന്ന് തേർത്തട്ടിൽ നിൽക്കും വിധവും. എന്തുകൊണ്ടോ ശ്രീരാമചന്ദ്രന് വേണ്ടത്ര ശോഭിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൈയും കാലുമൊക്കെ തളരുന്നത് പോലെ തോന്നി ശ്രീരാമചന്ദ്രന്. അങ്ങനെ തേർത്തട്ടിൽ നിൽക്കും വിധവും കൈകസി നന്ദനായ വിഭീഷണൻ. ഇത് വിഭീഷണന് മനസ്സിലായിട്ട് ശോകാതിരേകം കലർന്നു നിന്നിടിനാൻ. വിഭീഷണനും ആകെ വിഷമമായി. എന്തു പറ്റി ഭഗവാൻ ഇങ്ങനെ? ലോകരുമേറ്റം വിഷാദം കലർന്നിതു. ഈ ഒരു യുദ്ധം കാത്തുനിന്ന, രാവണന്റെ വധം കാത്തുനിന്ന ലോകത്തിനും വല്ലാത്തൊരു വിഷമം തോന്നി. കാലപുരത്തിന് അയ്യപ്പൻ ഇനിയെന്ന് ശൂലം പ്രയോഗിച്ചിതാശരാധീശനും. ഈ തക്കം നോക്കിയിട്ട് രാവണൻ നിന്നെ ഞാൻ കാലപുരത്തിന് അയക്കും എന്ന രീതിയിൽ ഒരു ശൂലം പ്രയോഗിച്ചു. അസ്ത്രങ്ങൾ കൊണ്ട് തട പൊറാഞ്ഞോർത്തുടൻ. ഈ ശൂലത്തെ എതിരിടാൻ അസ്ത്രങ്ങൾ മതിയാവില്ല എന്ന് ചിന്തിച്ചിട്ട് വൃത്രാരി തന്നെ ഇന്ദ്രന്റെ തേരിലിരുന്നൊരു ശക്തി എടുത്തയച്ചു രഘുനാഥനും. അവിടെ ആ തേരിലും ആയുധങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. 10 നുറുങ്ങി വീണു തത്ര ശൂലവും. അങ്ങനെ രാവണൻ അയച്ച ആ ശൂലം 10 നുറുങ്ങി വീണു. നക്തഞ്ചരേന്ദ്രനുടെ തുരകങ്ങളെ, രാവണന്റെ കുതിരകളെ ശസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചിതു രാഘവൻ. തന്റെ കയ്യിലിരിക്കുന്ന ശസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചു. സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിലൊഴിച്ച് നിർത്തിയിടിനാൻ അന്നേരം. അങ്ങനെ യുദ്ധത്തിൽ രാവണന് പരാജയം ഏൽക്കുന്നു എന്ന് തോന്നിയപ്പോൾ രാവണന്റെ സാരഥി തേര് പുറകോട്ടെടുത്തിട്ട് കുറച്ച് മാറി അവിടെ കൊണ്ടുപോയി നിർത്തി. പോരിലൊഴിച്ച് ആ യുദ്ധമുഖത്ത് നിന്ന് മാറി അവിടെ കൊണ്ടുപോയി നിർത്തി. അങ്ങനെ ആലസ്യമൊട്ടകന്നോരു നേരം, രാവണനും ക്ഷീണിതനായിരുന്നു. ആ ആലസ്യമൊക്കെ കുറച്ചു നേരം കഴിഞ്ഞ് ഒന്ന് മാറിയപ്പോൾ തത്ര പൗലസ്ത്യനും രാവണനും സൂതനോട് ചൊല്ലിയിടിനാൻ. സൂതനോട് ചോദിക്കുകയാണ്, എന്തിനായിക്കൊണ്ട് നീ പിന്തിരിഞ്ഞു ബലാൽ? അന്ധനായി ഞാൻ അത്ര ദുർബലനാകയോ? നീ എന്ത് വിചാരിച്ചു? ഞാൻ എൻ്റെ ശക്തിയൊക്കെ ക്ഷയിച്ചു പോയെന്നോ? നിന്നോട് ആരാണ് പറഞ്ഞത് തേര് തിരിച്ച് യുദ്ധത്തിൽ നിന്ന് മാറാൻ? നിന്നോട് ആര് പറഞ്ഞു എന്നൊക്കെ രാവണൻ സാരഥിയോട് വല്ലാതെ ക്രുദ്ധനായി. കൂടലരോടെതിർത്താൽ, ശത്രുക്കളോടെതിർത്താൽ ഞാൻ ഒരുത്തൻ ഓടി ഒളിച്ചവാറെന്ന് കണ്ടു ഭവാൻ. ഞാൻ ശത്രുക്കളിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണെന്ന് അങ്ങേക്ക് തോന്നിയോ? എനിക്ക് തോന്നുന്നു നീ അല്ല സൂതൻ എനിക്കിനി, രാമന് നീ അതിബാന്ധവൻ എന്നറിഞ്ഞേനഹം. എനിക്ക് തോന്നുന്നു നിനക്കും ഇപ്പോൾ രാമനോടാണ് സ്നേഹം, നീ എൻ്റെ സൂതൻ അല്ല. യുദ്ധം നിശാചരാധീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. അപ്പോൾ സാരഥി ഇപ്രകാരം പറഞ്ഞു, രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല, മത്സ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ലമേ. എനിക്ക് രാമനോട് അങ്ങനെ ഒരു സ്നേഹവുമില്ല, എൻ്റെ സ്വാമിയായ അങ്ങയോട് എനിക്ക് ദ്വേഷവുമില്ല. രാമനോട് പൊരുതു നിൽക്കുന്നേരം ആമയം പൂണ്ടു തളർന്നത് കണ്ടു ഞാൻ. പക്ഷേ എന്തുകൊണ്ടോ അങ്ങ് വല്ലാതെ ക്ഷീണിതനാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് സ്നേഹം ഭവാനെ കുറിച്ച് ഏറ്റമാകയാൽ, അങ്ങയോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ് മോഹമകലുവോളം, അങ്ങയുടെ ഈ ക്ഷീണം മാറുവോളം പോർക്കളം വിട്ട്, ഈ യുദ്ധക്കളം വിട്ട് ദൂരെ നിന്ന്
ആലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കണമെന്ന് കൽപ്പിച്ചത്രേ. അങ്ങനെ ചിന്തിച്ചിട്ടാണ്, അല്ലാതെ അങ്ങയോട് യാതൊരു ദേഷ്യവുമില്ല, അങ്ങയോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി ഒരു സാരഥിയുടെ ധർമ്മം എന്താണെന്ന് സാരഥി തന്നെ രാവണനെ ഓർമ്മിപ്പിക്കുകയാണ്. സാരഥി താൻ അറിയണം. സാരഥി എപ്പോഴും തൻ്റെ യജമാനന്റെ, ആർക്കു വേണ്ടിയാണോ തേരോടിക്കുന്നത് ആ ആളുടെ മഹാരഥന്മാരുടെ, അങ്ങനെയുള്ള മഹാരഥന്മാരുടെ സാദം ക്ഷീണം, തളർച്ച, അതുപോലെ തന്നെ വാജികൾ സാദവും, കുതിരകൾക്കും ക്ഷീണം വരും, അവരുടെ ആ തളർച്ചയും മാത്രമല്ല വൈരികൾക്കുള്ള ജയാജയകാലവും, ഈ ശത്രുക്കളുടെ ഒരു നീക്കമൊക്കെ സാരഥിയും മനസ്സിലാക്കണം. അവർക്ക് ജയം വരുന്നുണ്ടോ, അവർക്ക് തോൽവി വരുന്നുണ്ടോ, ഇതൊക്കെ പോരിൽ നിമ്നോന്നത ദേശവിശേഷവും, യുദ്ധത്തിലാണെങ്കിൽ ഈ ജയപരാജയ കാലം അറിയണം. ഇനി ഒരു യാത്ര പോവുകയാണെങ്കിൽ നിമ്ന ഉന്നത ദേശവിശേഷം, സാരഥിയെയും കൂട്ടി ആ ആൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ നല്ല ഉയർന്ന പ്രദേശം, താഴ്ന്ന പ്രദേശം, ഇതിൻ്റെയൊക്കെ ഒരു വ്യത്യാസമൊക്കെ എല്ലാം അറിഞ്ഞ്, ഇതൊക്കെ അറിഞ്ഞ് രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭു. അങ്ങനെയുള്ള ഒരാളല്ലേ ഉത്തമനായ സൂതൻ എന്നത് കേട്ട് തെളിഞ്ഞു. അപ്പോൾ രാവണന് മനസ്സിലായി തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് സൂതൻ ഇങ്ങനെ ചെയ്തത് എന്ന്. അങ്ങനെ തെളിഞ്ഞത രാവണൻ ഒന്ന് പുണർന്നൊരു. അപ്പോ സന്തോഷം വന്നപ്പോ, കാര്യം മനസ്സിലായപ്പോ രാവണൻ ഒരു കൈവളയും കൊടുത്തു എന്നാണ്. ആ സന്തോഷാധിക്യം കൊണ്ട് തന്നെ രക്ഷിക്കാനാണല്ലോ സൂതൻ ഇങ്ങനെ ചെയ്തത് എന്നതിനാൽ ഒരു കൈവളയൊക്കെ കൊടുത്തിട്ട്, ഇന്നിനി തേരടുത്താശു കൂട്ടിയിടുക, ഇനി നമുക്ക് തേര് വീണ്ടും യുദ്ധക്കളത്തിലേക്ക് പോവുക, പിന്നോക്കമിൽ ഇനി ഒന്നുകൊണ്ടുമെടോ, ഞാൻ ഇതിൽ നിന്ന് പിന്മാറ്റം ആഗ്രഹിക്കുന്നില്ല. ഇന്നോട് നാളെയോടൊന്ന് തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിയുക നീ. ഇന്നോ നാളെയോ കൊണ്ട് ഇതിനൊരു തീരുമാനമാകും, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ രാമൻ. സൂതനും തേരതിവേഗേന പൂട്ടിനാൻ, ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമനും. അങ്ങനെ സൂതൻ വീണ്ടും തേരോടിച്ച് യുദ്ധക്കളത്തിലേക്ക് തന്നെ വന്നു. അത് കണ്ടിട്ട് ശ്രീരാമചന്ദ്രനും ക്രോധം മുഴുത്ത് യുദ്ധസന്നദ്ധനായി വന്നു. തങ്ങളിലേറ്റമണഞ്ഞു പൊരുതളവങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. വീണ്ടും അങ്ങനെ ശരമഴ പെയ്യുകയാണ് ആ യുദ്ധക്കളത്തിൽ. അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കും നേരം രാമരാവണ യുദ്ധം നാരദാദി മഹർഷിമാരും ദേവന്മാരുമൊക്കെ ആകാശദേശത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് എങ്ങനെയെന്നറിഞ്ഞില്ല അഗസ്ത്യൻ എങ്ങനെ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് ആരും കണ്ടില്ല. തഥാ രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ ആകാശദേശാത്, ആകാശദേശത്ത് നിന്ന് അവിടെ പ്രത്യക്ഷമായി പ്രഭാകര സന്നിഭൻ, സൂര്യതുല്യം പ്രകാശത്തോടുകൂടെ വന്ദിച്ചു നിന്നു രഘുകുലനാഥൻ ആനന്ദമിയെന്ന്. ശ്രീരാമചന്ദ്രൻ അത്രയും ആനന്ദത്തോടുകൂടെ അഗസ്ത്യ മഹർഷിയെ വന്ദിച്ചു. അരുൾ ചെയ്താൻ അഗസ്ത്യനും. അപ്പോൾ അഗസ്ത്യ മഹർഷി ഇപ്രകാരം പറഞ്ഞു: അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്ക് വന്നിതു ഞാനെടോ. നേരത്തെ നാരദ മഹർഷി പറഞ്ഞിരുന്നു, എന്തോ ഒരു ഇളപ്പം ശ്രീരാമചന്ദ്രന് കാണുന്നു, എന്തുകൊണ്ടോ യുദ്ധത്തിനൊരു പോര് മുറുകാത്തത് പോലെ, ശ്രീരാമചന്ദ്രന്റെ ആ ഒരു ഊർജ്ജസ്വലത കിട്ടാത്തത് പോലെയുണ്ട് എന്നൊക്കെ അവിടെ ഒരു ചർച്ച നടന്നിരുന്നു. അങ്ങനെയാണ് ഇന്ദ്രൻ തേര് അയച്ചു കൊടുത്തത്. അതുകൂടാതെ ഒരു ഉപദേശം, ഒരു മന്ത്രോപദേശം ചെയ്യാനാണ് അഗസ്ത്യ മഹർഷി ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ശ്രീരാമചന്ദ്രന് മന്ത്രോപദേശം ചെയ്യുന്നതിലൂടെ വരാനിരിക്കുന്ന ലോകത്തോട് നമ്മുടെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ആ മന്ത്രോപദേശമാണ് നമുക്കെല്ലാവർക്കുമായിട്ട് തരുന്നത്. താപത്രയവും വിഷാദവും തീർന്നു പോവും. താപത്രയം എന്നാൽ ആധ്യാത്മിക ദുഃഖം, ആധിദൈവിക ദുഃഖം, ആധി ഭൗതിക ദുഃഖം. ഇങ്ങനെ 3 തരത്തിൽ വരാവുന്ന ദുഃഖവും വിഷാദവും, അതിനെ തുടർന്നുണ്ടാകുന്ന ദുഃഖവും വിഷാദം, ഇതൊക്കെ തീർന്നു പോവും. ആപത്ത് മറ്റുള്ളവയും അകന്നു പോവും. ഏത് തരത്തിലുള്ള ആപത്തും അകറ്റുന്നതാണ് ഈ ഒരു മന്ത്രം.
ശത്രുനാശം വരും. പ്രത്യേകമായിട്ട് ഈ മന്ത്രത്തിൻ്റെ ഒരു ഫലമായിട്ട് പറയുന്നത് ശത്രുനാശമാണ്. ഇത് നമ്മുടെ ഉള്ളിലെ ആന്തരികമായ ശത്രുക്കളായിട്ടുള്ള കാമം, മതം, മാത്സര്യം ഇതൊക്കെ എടുക്കാം. ഇനി ബാഹ്യമായ ശത്രുക്കൾ, ഇങ്ങനെ രണ്ട് രീതിയിലുള്ള ശത്രുക്കൾക്കും നാശം വരുത്തുന്നതാണ് രോഗവിനാശനം. ഏത് തരത്തിലുള്ള രോഗത്തിൽ നിന്നും നമുക്ക് മുക്തിയെ തരുന്നതാണ്. വർദ്ധിക്കും ആയുസ് വർദ്ധിക്കും. സത്കീർത്തിവർദ്ധനം. നിത്യം ആദിത്യഹൃദയമാം, സൂര്യന്റെ ഹൃദയം തന്നെയാണിത്. അങ്ങനെ ആദിത്യഹൃദയമായിട്ടുള്ള മന്ത്രം ഇത് ഉത്തമം, എത്രയും ഭക്തിയാ ജപിക്കടോ. ദേവ അസുര ഉരക ചാരണ കിന്നര താപസ ഗുഹ്യക യക്ഷ രക്ഷോഭൂത, ഇങ്ങനെ ഏതൊക്കെ വർഗങ്ങൾ ഈ ലോകത്തിലുണ്ടോ, കിം പുരുഷ അപ്സര മാനുഷാദ്യന്മാരും സംപ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. സൂര്യനാണ് പ്രത്യക്ഷത്തിലുള്ള ആ പരമാത്മാവിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഈശ്വരൻ പരമാത്മാവ് ചൈതന്യ സ്വരൂപത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആ ചൈതന്യം പ്രത്യക്ഷത്തിലുള്ളത് സൂര്യനിലൂടെയാണ്. സൂര്യഭഗവാനാണ് ആ ചൈതന്യം. അങ്ങനെ ഈ ലോകത്തിലുള്ള സകല ജീവജാലങ്ങളും ഗണങ്ങളും എല്ലാ തരത്തിലുള്ള ദേവന്മാരും മനുഷ്യന്മാരും അപ്സരസുകളും എന്തിന് രക്ഷസ്സുകളും എല്ലാവരും ജപിക്കുന്നത് ഭജിക്കുന്നത് ഈ സൂര്യനെയാണ്. ദേവകളാകുന്നത് ആദിത്യനാകിയ ദേവനത്രേ. എല്ലാ ദേവന്മാരെയും കൂട്ടിയാൽ ഒരേ ഒരു സൂര്യന് തുല്യമാണ്. 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരെ. തൻ്റെ സൂര്യരശ്മികളെ കൊണ്ട് ഈ 14 ലോകത്തെയും രക്ഷിക്കുന്നതും ആ സൂര്യഭഗവാനാണ്. അതുപോലെ കൽപ്പാന്തകാലത്ത് എല്ലാറ്റിനെയും തന്നിലേക്കെടുത്ത് സംഹരിക്കുന്നതും ആ സൂര്യഭഗവാനാണ്. ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും സുബ്രഹ്മണ്യനും പ്രജാപതി വൃന്ദവും ദക്ഷപ്രജാപതി മുതൽ അങ്ങോട്ട് എല്ലാ പ്രജാപതിമാരും ശക്രനും ഇന്ദ്രനും വൈശ്വാനരനും അഗ്നിയും കൃതാന്തനും യമനും രക്ഷോവരനും, രക്ഷോവരൻ രാക്ഷസന്മാരിൽ ശ്രേഷ്ഠരായിട്ടുള്ളവർ, വരുണനും വായുവും യക്ഷന്മാരുടെ അധിപൻ കുബേരനും, ഇനി ഈശാനനും പരമശിവനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരിവൃന്ദവും. ദിക്ക് കരി വൃന്ദം, കരി എന്നാൽ ആന. എല്ലാ ദിക്കുകളെയും സംരക്ഷിക്കുന്നത് ഗജങ്ങളാണെന്നൊരു സങ്കല്പമുണ്ട്. ദിഗ്ഗജങ്ങൾ, ഐരാവതം തുടങ്ങിയ 8 ഗജങ്ങളാണ് ഈ അഷ്ടദിക്കുകളെയും പാലിക്കുന്നത് എന്ന് പറയാറുണ്ട്. ആ ദിഗ്ഗജങ്ങളും വാരണവക്ത്രനും, ആനയുടെ മുഖമുള്ള ഗണപതിയും, ആര്യനും സൂര്യനും മാരനും കാമദേവനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനീപുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാ പിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ഉരക സമൂഹവും. ദാനവന്മാർ അസുരന്മാരുടെ ഒരു ഗണം. വാര മാസ ഋതു സംവത്സര കൽപ്പാതി. ഇവിടെ കാലത്തിനെ കണക്കാക്കുന്നത് ഈ രീതിയിലാണ്. വാരം, ആഴ്ച, മാസം, ഋതുക്കൾ, പിന്നെ സംവത്സരം, കൽപ്പം. ഇങ്ങനെയാണ് നമ്മൾ കാലത്തെ കണക്ക് കൂട്ടുന്നത്. ഇതൊക്കെ കാരകനായതും ഇതിനൊക്കെ ഉണ്ടാക്കുന്നത് കാരണം സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതാണ് ഒരു ദിവസത്തിൻ്റെ കണക്ക്. ഇങ്ങനെ ദിവസത്തെയും മാസത്തെയും ഒക്കെ ഉണ്ടാക്കുന്നതും സൂര്യൻ ഇവൻ തന്നെ. വേദാന്ത വേദ്യനാം വേദാത്മകൻ ഇവൻ. ഇവിടെ സൂര്യനെ പരമാത്മാവിൻ്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ട് കാണുന്നത് കൊണ്ടാണ് പറയുന്നത് ആ ഉപനിഷത്ത് സത്യങ്ങളെ, വേദാന്തം എന്നാൽ ഉപനിഷത്തുക്കളെ കൊണ്ട് വേദ്യനാകുന്നവൻ, അറിയപ്പെടുന്നവൻ. വേദാത്മകൻ ഇവൻ വേദം തന്നെയാണ്. വേദാർത്ഥ വിഗ്രഹൻ, വേദങ്ങളുടെ അർത്ഥം ഒരു രൂപം സ്വീകരിച്ചവനാണവൻ. വേദജ്ഞ സേവിതൻ, വേദത്തെ നല്ലവണ്ണം അറിയുന്നവരാൽ സേവിക്കപ്പെടുന്നവൻ.
ഇനി അങ്ങോട്ട് സൂര്യൻ്റെ പര്യായ പദങ്ങളും സൂര്യൻ്റെ ധർമ്മങ്ങളും പറയുകയാണ്. അതിൽ പ്രത്യേകിച്ച് അർത്ഥം പറയാനില്ലാത്തത് വിടുകയാണ്. കാരണം അതൊക്കെ സൂര്യൻ്റെ പര്യായ പദങ്ങളായിട്ട് എടുത്താൽ മതി. പൂഷ, വിഭാകരൻ, മിത്രൻ, പ്രഭാകരൻ, ദോഷാകരാത്മകൻ, എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലാതാക്കുന്ന രീതിയിൽ പ്രകാശിക്കുന്നവൻ, ത്വഷ്ട, ദിനകരൻ, ഭാസ്കരൻ, നിത്യൻ, അഹസ്കരൻ. അഹം എന്നാൽ ദിവസം, ദിവസത്തിനെ ഉണ്ടാക്കുന്നവൻ അഹസ്കരൻ. അഹസ്കരൻ ഈശ്വരൻ, സാക്ഷി, എല്ലാറ്റിനും സാക്ഷിയാണ്. സവിത, സമസ്ത ലോക ഈക്ഷണൻ, എല്ലാ ലോകത്തെയും കാണുന്നവനാണ്. സൂര്യന്റെ പ്രഭ കൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ കാണുന്നത്. ഭാസ്വാൻ, പ്രഭ ചൊരിയുന്നവൻ. വിവസ്വാൻ, നഭസ്വാൻ, ഗഭസ്തിമാൻ, ശാശ്വതൻ, ശംഭു, ശരണ്യൻ, ശരണം പ്രാപിക്കാൻ യോഗ്യനായിട്ടുള്ളവൻ, ശരണതൻ, ശരണം കൊടുക്കുന്നവൻ. ലോക ശിശിര അരി, ലോകത്തിൻ്റെ തണുപ്പിനെ അകറ്റുന്നവൻ, അതിൻ്റെ ശത്രു, ശിശിരത്തിൻ്റെ ശത്രു, അപ്പോൾ തണുപ്പിനെ അകറ്റുന്നവൻ. ഘോര തിമിര അരി, ഘോരമായ അന്ധകാരത്തെ, അന്ധകാരം അജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്, അപ്പോൾ അജ്ഞാനത്തെ നീക്കുന്നവൻ. ലോക അപഹാരി, ഈ ലോകത്തെ ഇരുട്ടിലേക്ക് നയിക്കുമ്പോൾ ലോകം ഇല്ലാതാകുന്നു, അങ്ങനെ ലോകത്തെ ഇല്ലാതാക്കുന്നവനും. ലോകാലോക വിഗ്രഹൻ, ഈ ലോകവും ലോകമല്ലാത്തതുമൊക്കെ ആയിട്ടുള്ളവൻ, അതാണ് വിഗ്രഹൻ എന്നാൽ ആ രൂപത്തിലുള്ളവൻ. ഭാനു, ഹിരണ്യഗർഭൻ, ഹിരണ്യേന്ദ്രിയൻ, ദാനപ്രിയൻ, സഹസ്ര അംശു, 1000 കിരണങ്ങളുള്ളവൻ. സനാതനൻ, സപ്ത അശ്വൻ, 7 കുതിരകളെ പൂട്ടിയവൻ. അർജുന അശ്വൻ, അർജുനം എന്നതിന് വെളുത്ത കുതിരകളോടുകൂടിയവൻ. സകലേശ്വരൻ, സുപ്തജന അവബോധപ്രദൻ. സുപ്തജനം എന്നാൽ ഉറങ്ങുന്നവർ, അതായത് അജ്ഞാനമാകുന്ന ഇരുട്ടിൽപ്പെട്ട് ആ മായയാകുന്ന ഇരുട്ടിൽ അങ്ങനെ ഉറങ്ങുന്നവർ, അജ്ഞാനികൾ, അവർക്ക് അവബോധത്തെ കൊടുക്കുന്നവൻ. സകലേശ്വരൻ, ആദിത്യൻ, അർക്കൻ, അരുണൻ, അനന്തകൻ, ജ്യോതിർമയൻ, തപനൻ, സവിത, രവി, വിഷ്ണു, വികർത്തനൻ, മാർത്താണ്ഡൻ, അംശുമാൻ, ഉഷ്ണകിരണൻ, ചൂട് കിരണമുള്ളവൻ. മിഹിരൻ, വിരോചനൻ, പ്രദ്യോതനൻ, പരൻ, ഖദ്യോതൻ. ഖം എന്നാൽ ആകാശം, ആകാശത്തിൽ ചരിക്കുന്നവൻ. ഖദ്യോതൻ, അദ്യോതൻ. അദ്യോതൻ എന്ന് വെച്ചാൽ അലസതയില്ലാത്തവൻ, എപ്പോഴും തൻ്റെ കർമ്മം വളരെ കൃത്യമായി ചെയ്യുന്നവൻ. അദ്വയൻ, രണ്ടില്ലാത്തവൻ. വിദ്യാവിനോദൻ. വിഭാവസു, വിശ്വ സൃഷ്ടി സ്ഥിതി സംഹാരകാരണൻ, ഈ വിശ്വം സൃഷ്ടിക്കുന്നതും സ്ഥിതി പരിപാലനം ചെയ്യുന്നതും സംഹരിക്കുന്നതിനുമൊക്കെ കാരണമായിരിക്കുന്നവൻ. വിശ്വവന്ദ്യൻ, മഹാവിശ്വരൂപൻ. വിഭു, വിശ്വവിഭാവനൻ, ഈ വിശ്വത്തെ വിഭാവനം ചെയ്യുന്നവൻ. വിശ്വൈക നായകൻ. വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രദൻ, വിശ്വാസത്തോടുകൂടെ ഭക്തിയോടുകൂടെ ഇരിക്കുന്നവരുടെ ഗതിയായിരിക്കുന്നവൻ. ചണ്ഡകിരണൻ, പ്രചണ്ഡമായിട്ടുള്ള അതിതീക്ഷ്ണമായ കിരണത്തോടുകൂടിയവൻ. തരണി, ദിനമണി. പുണ്ടരീക പ്രബോധപ്രദൻ, പുണ്ടരീകം താമര, താമരയെ ഉണർത്തുന്നത് സൂര്യനാണ്. അര്യമ, ദ്വാദശ ആത്മ, 12 സൂര്യന്മാരുണ്ടെന്നാണ്, 12 ആദിത്യന്മാർ. പരമാത്മാ, പരാപരൻ, ആദിതേയൻ, അതിഥിയുടെ മകനാണ്. ജഗത് ആദിഭൂതൻ, ഈ ജഗത്തിൽ ആദ്യമുണ്ടായ പ്രകാശസ്വരൂപൻ. ശിവൻ. ഖേദവിനാശനൻ, ദുഃഖത്തെ ഇല്ലാതാക്കുന്നവൻ. കേവലാത്മാ, കൈവല്യസ്വരൂപമായിരിക്കുന്ന ആത്മസ്വരൂപം. ബിന്ദുനാദാത്മകൻ, ബിന്ദുനാദം, പ്രണവമന്ത്രം, ആ നാദത്തോടുകൂടിയവൻ. നാരദാദി നിഷേവിതൻ, നാരദമുനിയാൽ, നാരദൻ തുടങ്ങിയ മുനിമാരാൽ എന്നും സേവിക്കപ്പെടുന്നവൻ. ജ്ഞാനസ്വരൂപൻ, അതുകൊണ്ട് തന്നെ അജ്ഞാന വിനാശനൻ, അജ്ഞാനത്തെ നശിപ്പിക്കാൻ ജ്ഞാനമുള്ള ഒരാൾക്കേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ആ ആദിത്യദേവനെ ധ്യാനിച്ചുകൊള്ളുക നീ. നിത്യമിദ്ദേവനെ സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക. ഇത് അഗസ്ത്യ മഹർഷി ഉപദേശിക്കുകയാണ്. ഇനി
ആദിത്യ ഹൃദയ മന്ത്രം അതിനെക്കുറിച്ച് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് ഈ മന്ത്രം ജപിക്കേണ്ടത് എന്തിനു വേണ്ടി, എന്തുകൊണ്ട് ഈ മന്ത്രം ജപിക്കണം എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ മന്ത്രം എന്താണ് എന്ന് പറയുന്നു. സന്താപനാശകരായ നമോ നമഃ. സൂര്യനെ സന്താപം, നമ്മുടെ ദുഃഖത്തെ നശിപ്പിക്കുന്നവനായിട്ട് പറയുകയാണ്. എല്ലാ ദുഃഖങ്ങളും നശിപ്പിക്കുന്നവനായ ആ സൂര്യദേവനായിക്കൊണ്ട് നമസ്കാരം. അന്ധകാര അന്തകരായ നമോ നമ. അന്ധകാരത്തെ, ഇരുട്ടിനെ, അന്തകരൻ, അതിനെ ഇല്ലാതാക്കുന്ന ആ സൂര്യഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ചിന്താമണേ, ചിന്താമണി എന്ന് പറഞ്ഞിട്ടൊരു രത്നമുണ്ട്. ആ ചിന്താമണിയോട് ഏത് ലോഹം ചേർന്നാലും അത് സ്വർണമായി തീരും എന്നാണ് പറയുന്നത്. അത് വിശിഷ്ടമായി തീരും എന്ന്. അതുപോലെയാണ് സൂര്യൻ. അതാണ് ചിന്താമണേ. ചിദാനന്ദായ, ബോധസ്വരൂപമായിരിക്കുന്ന, അതുകൊണ്ട് തന്നെ ആനന്ദസ്വരൂപനായിട്ടുള്ള തേ നമഃ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. നീഹാരനാശകരായ നമോ നമഃ. നീഹാരം മഞ്ഞ്, മഞ്ഞിനെയും മായയുടെ പ്രതീകമായിട്ട് പറയും. അങ്ങനെ മായയുടെ പ്രതീകമായ മഞ്ഞിനെ നശിപ്പിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം. മോഹവിനാശകരായ നമോ നമഃ. നമ്മുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന മോഹത്തെ ഇല്ലാതാക്കുന്നവൻ, അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ശാന്തായ, ശാന്തസ്വരൂപനാണ്, അതേസമയം രൗദ്രനാണ്, രുദ്രസ്വഭാവമുള്ളവനാണ്. രൗദ്രായ, സൗമ്യനാണ്, സൗമ്യായ, എന്നാൽ ഘോരായ. ഇങ്ങനെ സാഹചര്യം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് സൗമ്യനും ഘോരനും ഒക്കെ ആയിത്തീരുന്നവനാണ്. കാന്തിമതാം കാന്തിരൂപായ. ഇവിടെ ജ്വലിക്കുന്ന, കാന്തിയുള്ള എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിൽ നിന്നൊക്കെ അതിനേക്കാളും കാന്തിരൂപത്തോടുകൂടിയ അങ്ങേക്ക് നമസ്കാരം. സ്ഥാവര ജംഗമ ആചാര്യായ തേ നമഃ. സ്ഥാവരം, സ്ഥിരമായി നിൽക്കുന്ന, ചലിക്കാത്ത, ജംഗമം, ചലിക്കുന്ന, ഇങ്ങനെ ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ വസ്തുക്കൾക്കും ആചാര്യനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ദേവായ, പ്രഭയുള്ളവനായിട്ടുള്ള, ദിവ് എന്നാൽ വെളിച്ചം, പ്രകാശം എന്നൊക്കെ അർത്ഥം. പ്രകാശസ്വരൂപനായിട്ടുള്ള, വിശ്വൈക സാക്ഷിണേ, ഈ വിശ്വത്തിന് മുഴുവൻ സാക്ഷിയായിട്ടുള്ള തേ നമഃ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. സത്വപ്രധാനായ, സത്വഗുണപ്രധാനനായിരിക്കുന്ന, തത്വായ, താത്വികമായ ആ പരബ്രഹ്മം തന്നെയായിരിക്കുന്ന തേ നമഃ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. സത്യസ്വരൂപായ, അങ്ങ് സത്യസ്വരൂപനാണ്, നിത്യനാണ്, അങ്ങനെയുള്ള അങ്ങേക്ക് നമോ നമഃ. ഒരു മന്ത്രമായിട്ട് നിത്യവും ജപിക്കേണ്ടവർക്ക് സന്താപനാശകരായ മുതൽ സത്യസ്വരൂപായ നിത്യം നമോ നമഃ ഇതുവരെയാണ് ജപിക്കേണ്ടത്. ഇങ്ങനെ മന്ത്രം ഉപദേശിച്ചു കൊടുത്തിട്ട് ഇത്തം ആദിത്യഹൃദയം, ഈ ആദിത്യഹൃദയ മന്ത്രം ജപിച്ച് ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. വളരെ പെട്ടെന്ന് നീ നിന്റെ ശത്രുവായിട്ടുള്ള രാവണനെ വധിക്കുക. ചിത്തം തെളിഞ്ഞ് അഗസ്ത്യോക്തി കേട്ട് എത്രയും ഭക്തി വർദ്ധിച്ചു. അങ്ങനെ തനിക്ക് ഒരു പുതുജീവൻ വന്നതുപോലെ ചിത്തം തെളിഞ്ഞു. അഗസ്ത്യ മഹർഷിയുടെ ഈ വാക്കുകൾ കേട്ട് എത്രയും ഭക്തി വർദ്ധിച്ചു. ഇവിടെ അഗസ്ത്യ മഹർഷിയോടുള്ള ഭക്തി എന്നും എടുക്കാം, ആദിത്യനോടുള്ള ഭക്തിയും വർദ്ധിച്ചു. അങ്ങനെ അഗസ്ത്യ മഹർഷിയെ കാകുസ്ഥനും കൂപ്പിനാൻ. ശ്രീരാമചന്ദ്രനും കൈകൂപ്പി നിന്നു. പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാധര ഉപാന്തേ. അങ്ങനെ ഒരു വിമാനത്തിലാണ് വന്നത്. തിരിച്ച് വിമാനത്തിലേറി ആ മഹാമുനി അഗസ്ത്യ മഹർഷി ചെന്നു വീണാധര ഉപാന്തേ, വീണാധരനായിരിക്കുന്ന നാരദ മഹർഷിയുടെ അടുത്ത് ചെന്ന് അവിടെ ആകാശദേശത്ത് ഈ യുദ്ധം കാണാൻ വീണ്ടും അവിടെ നിന്നു. അതാണ് മരുവിനാൻ, അവിടെ പോയി നിന്നു.